നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അതിലത്തെ ആദ്യ മാസമാണ് ജനുവരി മാസം. ഈ മാസത്തിൽ ഉത്രാട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലാണ്. ധനുക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു. 7ാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നു. ആ പരിവർത്തന യോഗം കൊണ്ട് നിവർത്തി സ്ഥാനാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതുപോലെ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ സമയത്ത് തറവാട് സ്വത്ത് കൈവശം വന്ന് ചേരുക, വീട് വിട്ട് അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കുക, വിദേശത്ത് പോകാനായിട്ട് സാധിക്കുക, അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ബാധകദശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. സഹായിക്കേണ്ടവരെ പെരുമാറ്റം ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നിയേക്കാം. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളുടെ രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ പിതൃസ്ഥാനക്കാരുടെ അപ്രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗം ഉണ്ടെങ്കിൽ രാഹുപൂജ, കേതുപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് കണ്ടശനിയുടെ ദോഷം പരിഹരിച്ചാൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ്. ലഗ്നാധിപതി മീനൻ രാശിയിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്, ചന്ദ്രലഗ്നാധിപതി. അതേപോലെ തന്നെ 6ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ സഹോദര സ്ഥാനത്തും സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തുള്ള അപ്രീതി അനുഭവപ്പെടാനുള്ളൊരു യോഗമുണ്ട്. എന്നാലും കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിമണായോഗം ചെയ്തിട്ട് ആദിത്യനോടും ബുധനോടും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത്. രംഗായോഗമുണ്ട്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള യോഗമാണ്. 15-ാം തീയതിക്ക് ശേഷം രുചകായോഗം കൂടി വരും. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം ചെയ്തിട്ടാണേലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. നൃപവല്ലവശനായ ഈ രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് രുചകായോഗം. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ അനുഭവിച്ചതിന് ശേഷമാണ് അനുകൂലാവസ്ഥയിലേക്ക് എത്തുന്നതെങ്കിലും നല്ല രീതിയിലുള്ള ഗുണങ്ങളും നേതൃത്വ പാഠവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. കർമ്മസംബന്ധമായിട്ട് വളരെ നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. 5ാം ഭാവാധിപതി തന്നെയാണ് കർമാധിപതിയായിട്ട് സാന്നിധ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ കൂടി സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. എന്തായാലും 2023 26 ജനുവരി മാസം നല്ല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. ശത്രുദോഷം പോലുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കാതിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നിപുണായോഗം ഉള്ളത് കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഏകാഗ്രതക്കുറവ്, ശ്രദ്ധക്കുറവ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ രാഹുപൂജ, നാഗപൂജ, ഇങ്ങനെ ഈ 3 പരിഹാരങ്ങളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ സംസാരം ഒന്ന് ശ്രദ്ധിക്കണം, എടുത്തയാട്ടം ഒന്ന് കുറയ്ക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് യോഗം കാണുന്നുണ്ട്. പിന്നെ നടുവേദന പോലുള്ള ചെറിയ രോഗങ്ങൾക്ക് യോഗമുണ്ട്. ഈ പറയുന്ന പരിഹാരങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ടശനി ദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ രാഹുപൂജയും കേതുപൂജയും ചെയ്യാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.